നമസ്കാരം. വീണ്ടും ഇന്ത്യയെ വെല്ലുവിളിക്കാനുള്ള അവിവേകം തുർക്കി കാട്ടിയിരിക്കുന്നു. പാകിസ്ഥാന് വൻതോതിൽ ആയുധം എത്തിക്കുക വഴി ഇന്ത്യയോടുള്ള ശത്രുതാ പ്രഖ്യാപനമാണ് പരസ്യമായി നടത്തിയിരിക്കുന്നത്. ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറ്റിമറിക്കാൻ പോകുന്ന നിർണായക നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യയുടെ ശത്രുവായി മാറുക വഴി തുർക്കി വലിയ മണ്ടത്തരം ചെയ്തുവെന്ന് ചുരുക്കം. ഒരു രാജ്യത്തെയും കടന്നാക്രമിക്കില്ല എന്നതാണ് നമ്മുടെ ഒരു പ്രതിജ്ഞ. എന്നാൽ നമുക്ക് ഭീഷണിയാകുന്നവരുടെ അടിവേരറുക്കാൻ ആയുധം വേണമെന്നില്ല. നയതന്ത്ര നീക്കങ്ങളിലൂടെ, വ്യാപാര കൂട്ടുകെട്ടുകളിലൂടെ, പുതിയ സഖ്യങ്ങളിലൂടെ തുർക്കിയുടെ വാതിലുകൾ നമ്മൾ ഓരോന്നായി നേരത്തെ തന്നെ അടക്കാൻ തുടങ്ങിയിരുന്നു. എന്താണ് ഇപ്പോൾ ഒടുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഈ പാകിസ്ഥാനും തുർക്കിയും സൗദിയുമായിട്ട് ഒരു കരാറൊക്കെ ഒപ്പിട്ടിരുന്നല്ലോ, പരസ്പര സഹകരണ സഖ്യം, അല്ലെങ്കിൽ മക്ക ഉടമ്പടി എന്നോ ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഒപ്പിട്ടതിന് ശേഷം കഴിഞ്ഞ 19 മുതൽ 21 വരെയുള്ള 60 മണിക്കൂറുകളിൽ തുർക്കി വ്യോമസേനയുടെ 10ഓളം സൈനിക ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ, അഥവാ ചരക്ക് വിമാനങ്ങൾ, അതിപ്പോൾ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ C-130 ഹെർക്കുലീസ്, അതും പിന്നെ A-400M ജംബോ വിമാനങ്ങൾ വരെ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസിലും കറാച്ചിയിലെ മസ്റൂർ എയർബേസിലും മുരീദ് ഈ വ്യോമതാവളങ്ങളിൽ തുടർച്ചയായി സർവീസ് നടത്തിയതായിട്ട് സാറ്റലൈറ്റ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങളിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെക്ക പ്രതിരോധ കരാറിൽ ഒപ്പിട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടിയൊക്കെ. അപ്പോൾ അനുമാനിക്കേണ്ടത് തുർക്കി വൻതോതിൽ പാകിസ്ഥാന് ആയുധങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമായേക്കുന്നു. അപ്പോൾ ഇനി ഏതൊക്കെ ആയുധങ്ങൾ? അത് ഡ്രോണുകളും, അത് കാമിക്കാസെ ഡ്രോണുകളും, ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട തുർക്കിയുടെ ബൈറക്തർ ഡ്രോണുകളും, അതേപോലെ അസ്ഗാഡ്, സോങ്കർ തുടങ്ങിയ ആത്മഹത്യാ ഡ്രോണുകളും പാകിസ്ഥാനിൽ കൈമാറിയതായിട്ടാണ് ഇപ്പോൾ രഹസ്യ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ താറുമാറായിരുന്നു, ഇന്ത്യ തകർത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്ന വിമാനങ്ങളിൽ പാകിസ്ഥാന് വേണ്ട വ്യോമ പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതിക ഉപകരണങ്ങൾ എത്തിയതായിട്ടും ചില വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാന്റെ ഈ പുതിയ ഡ്രോൺ സംഭരണത്തെയും ആയുധ ശേഖരത്തെയും പ്രതിരോധിക്കാൻ ഇന്ത്യ തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. സൈന്യത്തിനും വ്യോമസേനയ്ക്കുമൊക്കെ കടുത്ത ജാഗ്രതാ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഈ നടപടിക്കെതിരെ തുർക്കിയെ സാമ്പത്തികമായും അരിഞ്ഞു മുറുക്കാൻ ശേഷിയുള്ള തന്ത്രപരമായ നടപടികൾ നമ്മൾ നേരത്തെ തന്നെ എടുത്തിരുന്നു. അതിപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പൊന്നുമല്ല, അതിനു മുമ്പ് തന്നെ തുർക്കിക്കിട്ടുള്ള പണി നമ്മൾ കൊടുത്തിരുന്നു. അതിന് കാരണം തുർക്കി കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സഭയിലടക്കം നിലപാടെടുത്തു. അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് തുർക്കി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ തുർക്കിക്കെതിരെ നമ്മൾ വലിയ രീതിയിലുള്ള ഒരു നടപടി എടുത്തിരുന്നു. അപ്പോൾ അതെന്താണെന്നാണ് വിശദമായി പറയുന്നത്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി IMEC എന്ന് പറയും, അതിൽ നിന്ന് തുർക്കിയെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. അത് ആ കശ്മീർ വിഷയം മുതലുള്ള ഒരു നടപടിയാണ്. അപ്പോൾ ഈ സാമ്പത്തിക ഇടനാഴി എന്നത് ഇന്ത്യ, പശ്ചിമേഷ്യ, യൂറോപ്പ് എന്നീ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിപ്ലവകരമായ ഒരു അന്താരാഷ്ട്ര വ്യാപാര ലോജിസ്റ്റിക് പദ്ധതിയാണ്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിലാണ് ഈ ചരിത്രപരമായ പദ്ധതി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് എന്ന് പറയുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ചൈന അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങളിൽ വൻതോതിൽ നിക്ഷേപം നടത്തി അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ബെൽറ്റ് ആൻഡ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ബദൽ, ഈ ഒരു ഇന്ത്യൻ ബദൽ എന്ന തരത്തിലാണ് ഈ ഇടനാഴിയെ നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് പുറമെ അമേരിക്ക, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, യൂറോപ്യൻ യൂണിയൻ എന്നിവരാണ് ഈ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ പദ്ധതി പ്രഖ്യാപിച്ച ഉടൻ തന്നെ, അതായത് തുർക്കി ഈ പദ്ധതിയിൽ ഇല്ല, അപ്പോൾ ഈ പദ്ധതി പ്രഖ്യാപിച്ച ഉടനെ തന്നെ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: തുർക്കി ഇല്ലാത്ത ഒരു ഇടനാഴി സാധ്യമല്ല എന്നും ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ രാജ്യം തുർക്കിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പം നിലവിലുള്ള സൂയസ് കനാൽ വഴിയുള്ള പരമ്പരാഗത പാതയെ അപേക്ഷിച്ച് ചരക്ക് നീക്കത്തിൻ്റെ സമയം 40% വരെ കുറയ്ക്കാനും ലോജിസ്റ്റിക്സ് ചെലവ് 30% വരെ കുറയ്ക്കാനും ഈ പുതിയ ഇടനാഴിക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇന്ത്യ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ
ഈ കപ്പൽ ചാനലുകൾ, അതിവേഗ റെയിൽവേ ശൃംഖലകൾ, റോഡ് ഗതാഗതം എന്നിവയെ സമന്വയിപ്പിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് നേരിട്ട് കപ്പൽ മാർഗമല്ല, ചില സ്ഥലങ്ങളിൽ റോഡ് മാർഗം അത് തുറമുഖങ്ങളിൽ എത്തിക്കുന്നു, ചിലപ്പോൾ അത് റെയിൽ മാർഗമാകാം, ആ തുറമുഖങ്ങളിൽ നിന്ന് കടൽ മാർഗം മറ്റ് തുറമുഖങ്ങളിൽ എത്തുന്നു, ചിലപ്പോൾ അവിടെ നിന്ന് അടുത്ത കണക്ഷൻ വരുന്നത് റെയിലാകാം. ഇങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഇടനാഴി നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2 രീതിയിലാണ് ഈ ഇടനാഴി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒന്ന്, കിഴക്കൻ ഇടനാഴിയിൽ അത് ഇന്ത്യയെ അറബിക്കടൽ വഴി പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളുമായി, ഉദാഹരണം പറഞ്ഞാൽ UAE, സൗദി അറേബ്യ എന്നിവ വഴി കപ്പൽ മാർഗം ബന്ധിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഇടനാഴി അത് വടക്കൻ ഇടനാഴിയാണ്. അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് റെയിൽവേ ശൃംഖല വഴി ജോർദാൻ, ഇസ്രയേൽ എന്നിവയിലൂടെ മെഡിറ്ററേനിയൻ കടൽ കടന്ന് യൂറോപ്പിലേക്ക് ചരക്കുകൾ എത്തിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വഴി. അപ്പോൾ കേവലം ചരക്ക് നീക്കം മാത്രമല്ല, ഒരു പച്ചപ്പുള്ള ഒരു പദ്ധതി കൂടി തന്നെ, അതായത് ഹൈഡ്രജൻ പൈപ്പ് ലൈനുകൾ, വൈദ്യുതി കേബിളുകൾ, അതിവേഗ ഒപ്റ്റിക്കൽ ഫൈബർ ഡിജിറ്റൽ നെറ്റ്വർക്കുകൾ എന്നിവയും ഈ ഇടനാഴിയിലൂടെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തുർക്കിക്ക് എന്താണ് സംഭവിക്കുന്നത്? തുർക്കി ഈ ഇടനാഴിയിൽ ഇല്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയ നഷ്ടമെന്ന് പറയുന്നത്, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് തുർക്കിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും അവരുടെ ആഗോള തന്ത്രപരമായ സ്ഥാനത്തിനും വലിയ തിരിച്ചടിയാണ്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ട്രാൻസിറ്റ് ഹബ്ബ് ആക്കുക എന്ന തുർക്കിയുടെ ദീർഘകാല സ്വപ്നങ്ങൾക്ക് ഇത് മങ്ങലേൽപ്പിക്കും. അതേപോലെ ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള പ്രകൃതിദത്തമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഉപയോഗിച്ച് ആഗോള ലോജിസ്റ്റിക്സ് ഹബ്ബായി മാറാനുള്ള തുർക്കിയുടെ പദവിക്ക് ഇത് കടുത്ത വെല്ലുവിളിയുമാകും. പുതിയ പാത തുർക്കിയെ മറികടന്ന് ഗ്രീസ്, സൈപ്രസ് എന്നീ രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഗ്രീസ്, സൈപ്രസ് തുർക്കിയെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, തുർക്കിക്ക് പകരം ഗ്രീസിനെയും സൈപ്രസിനെയും ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. ഈ രണ്ട് രാജ്യങ്ങളും തുർക്കിയുടെ ശത്രു രാജ്യങ്ങൾ കൂടിയാണ്. ഇപ്പോൾ കോടിക്കണക്കിന് ഡോളറിന്റെ അന്താരാഷ്ട്ര വ്യാപാരം തുർക്കി വഴി കടന്നു പോകാത്തതിനാൽ കപ്പൽ ഗതാഗതം, തുറമുഖ നികുതികൾ, റെയിൽവേ ചരക്കുകൂലി എന്നിവയിലൂടെ ലഭിക്കാമായിരുന്ന വലിയ വരുമാന നഷ്ടവും കൂടി ആ രാഷ്ട്രത്തിന് ഉണ്ടാകും. ഇപ്പോൾ ഈ ഇടനാഴിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്ന ആധുനിക തുറമുഖങ്ങൾ, റെയിൽവേ ശൃംഖലകൾ, ഊർജ്ജ ഗ്രിഡുകൾ എന്നിവയിൽ വരാമായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ വിദേശ നിക്ഷേപവും തുർക്കിക്ക് നഷ്ടം വരും. UAE, സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ നിക്ഷേപങ്ങളും വ്യാപാരവും ഈ പുതിയ ഇടനാഴിയിലൂടെ തിരിച്ചുവിടുന്നത് തുർക്കിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കും. ഈ തുർക്കി അപ്രസക്തമാണ്, അപ്പോൾ അവിടെ കൊണ്ട് നിക്ഷേപമൊന്നും നടത്തേണ്ട കാര്യം ഈ ഗൾഫ് രാജ്യങ്ങൾക്കുമില്ല. ഈ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഇറാഖുമായി ചേർന്ന് $17 ബില്യൺ ഡെവലപ്മെന്റ് റോഡ് പ്രൊജക്ട് എന്നൊരു ബദൽ പദ്ധതി തുർക്കി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അവിടെ അറിയാമല്ലോ, ചില പ്രശ്നങ്ങൾ ഉണ്ട്, ഭീകര ആക്രമണങ്ങൾ, അസ്വാരസ്യങ്ങളുണ്ട്, പ്രാദേശികമായ അസ്ഥിരതയുണ്ട്. കൂടാതെ ഫണ്ടിന്റെ കുറവും കാരണം ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ തുർക്കിക്ക് വളരെ ശ്രമകരമായിരിക്കും എന്നും കൂടി പറയാം. അപ്പോൾ നമ്മൾ തുർക്കിയെ സംബന്ധിച്ചിപ്പോൾ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നൊരു നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഈ തുർക്കി പാകിസ്ഥാനിലേക്ക് ആയുധങ്ങളും ഡ്രോണുകളും എത്തിച്ച് കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ നീങ്ങുമ്പോൾ തുർക്കിയുടെ തന്നെ അതിർത്തിയിലുള്ള അവരുടെ എതിരാളികൾക്ക് ആയുധവും സൈനിക പിന്തുണയും നൽകി തുർക്കിയെ അവിടെ തന്നെ തളച്ചിടുക എന്നൊരു തന്ത്രമാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. തുർക്കിയെ പ്രതിരോധിക്കാൻ ഇന്ത്യ പ്രധാനമായും 3 രാജ്യങ്ങളെയാണ് അവരുമായിട്ടാണ് സൗഹൃദ സഖ്യം അല്ലെങ്കിൽ സൈനിക സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊന്ന് ഗ്രീസ്. മെഡിറ്ററേനിയൻ മേഖലയിലെ തന്ത്രപ്രധാന പങ്കാളിയായിട്ട് ഇപ്പോൾ ഗ്രീസ് മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ ഉൽപാദനം, സൈനിക പരിശീലനം, ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവെക്കൽ എന്നിവയടക്കമുള്ള തന്ത്രപ്രധാന കരാറുകളിൽ ഇന്ത്യയും ഗ്രീസും ഒപ്പുവെച്ചിട്ടുണ്ട്. അടുത്ത രാജ്യം അർമേനിയയാണ്. അർമേനിയയുമായിട്ട് മിസൈൽ ആയുധ ഇടപാടുകൾ നടത്തുന്നുണ്ട്. അതേപോലെ തുർക്കിയുടെയും അവരുടെ സഖ്യകക്ഷിയായ അസർബൈജാന്റെയും കടുത്ത ശത്രുവും കൂടിയാണ് അർമേനിയ. അപ്പോൾ ഇന്ത്യ അർമേനിയക്ക് ആയുധം കൊടുക്കുന്നത് പരോക്ഷമായിട്ട് തുർക്കിയെ വെല്ലുവിളിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. മറ്റൊരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് സൈപ്രസുമായിട്ടാണ്. അതൊരു ചെറിയൊരു ദ്വീപ് രാഷ്ട്രമാണ്. വളരെ തന്ത്രപ്രധാനമാണ് ഇവരുമായിട്ടുണ്ടാക്കിയ കരാർ. കാരണം തുർക്കിയുമായി ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും വലിയ തർക്കങ്ങളുള്ള രാജ്യമാണ് സൈപ്രസ്. ഇന്ത്യ സൈപ്രസുമായി ഔദ്യോഗിക പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് തുർക്കിയുടെ അതിർത്തിക്ക് തൊട്ടടുത്ത് ഇന്ത്യക്ക് തന്ത്രപരമായ സൈനിക മുൻതൂക്കവും നൽകുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും തുർക്കിക്കെതിരെയുള്ള കടുത്ത നടപടി അനുഭവപ്പെട്ടത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിലാണ്. അന്ന് പെട്ടെന്നുണ്ടായ ചില നടപടികൾ, വ്യോമയാന കരാറുകൾ തുർക്കിയുമായിട്ടുള്ള റദ്ദാക്കി.
കോടിക്കണക്കിന് ഡോളറിന്റെ വിമാന അറ്റകുറ്റപ്പണി കരാർ എയർ ഇന്ത്യ ഒരു തുർക്കിയുടെ ഒരു പ്രമുഖ കമ്പനിയുണ്ട്, അവരുമായിട്ട് ഉള്ള കരാറാണ് പിൻവലിച്ചത്. അടുത്തത് സുരക്ഷാ അനുമതി പിൻവലിച്ചു. ഇന്ത്യയിലെ 9 പ്രമുഖ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നടത്തിയിരുന്ന സെലിബി എന്ന് പറയുന്ന ഒരു തുർക്കി കമ്പനി ഉണ്ടായിരുന്നു. അവർക്കുള്ള സുരക്ഷാ അനുമതി ദേശീയ സുരക്ഷ മുൻനിർത്തി ഇന്ത്യ റദ്ദാക്കി. മൂന്നാമത്തത് വ്യാപാരവും ടൂറിസവും തകർന്നു ഇന്ത്യ കാരണം. ഇന്ത്യൻ വ്യാപാരികളും ഉപഭോക്താക്കളും തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും തുർക്കിയിലേക്കുള്ള ഇന്ത്യൻ വിമാനസഞ്ചാരികളുടെ എണ്ണത്തിൽ 37% കുറവുണ്ടാവുകയും ചെയ്തു. ഇതൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാലത്ത് തുർക്കിക്കെതിരെ എടുത്ത നടപടിയാണ്. അതിന് ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഇത്ര പരസ്യമായൊരു ബാന്ധവം തുർക്കി സ്ഥാപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വൻതോതിൽ ആയുധം അവിടേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കയറ്റി അയക്കുമ്പോൾ, വീണ്ടും തുർക്കി ഇന്ത്യക്ക് വലിയൊരു വെല്ലുവിളി, അല്ലെങ്കിൽ വലിയൊരു ഇന്ത്യ ഞങ്ങളുടെ ശത്രുപക്ഷത്താണെന്ന വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ തുർക്കി നടത്തിയിരിക്കുന്നത്. ഏതായാലും തുർക്കി അതൊരു ആത്മഹത്യാപരമായ ഒരു നടപടിയിലേക്കാണ് പോകുന്നത്. കാരണം ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മൊത്തത്തിൽ തകർക്കുന്ന തരത്തിൽ തന്ത്രപരമായ നടപടികൾ ഇന്ത്യ നേരത്തെ തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അത് വരും കാലങ്ങളിൽ അതുമൂലമുണ്ടായ തുർക്കിക്കുണ്ടായ കേടുപാടുകൾ, നാശനഷ്ടങ്ങൾ എന്താണെന്ന് വരും കാലത്ത് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും.